ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നിഹാൽ പെർസ്പെക്റ്റീവ്. നിങ്ങൾ കുറച്ച് ദിവസങ്ങളായി പല +1 പിന്നെ നമ്മുടെ റിസൾട്ടിന്റെ ഇംപ്രൂവ്മെന്റ് റിസൾട്ടിന്റെ ഡേറ്റുമായി പല ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഡേറ്റ് വെച്ച് കളിപ്പിക്കില്ല. അങ്ങനെയൊന്നുമല്ല, അതിന് റിയാലിറ്റി എന്താണെന്നുള്ള ഞാൻ വീഡിയോ ചെയ്തത്. അത് വീഡിയോ നീ കാണാത്ത ആൾക്ക് ഞാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയുടെ കിട്ടും, നിങ്ങളൊന്ന് കണ്ടുപോകുക. അപ്പോൾ അറ്റ് ലാസ്റ്റ് നിങ്ങളുടെ +1 ഇംപ്രൂവ്മെന്റിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് 5-ാം തീയതിയാണ് ഡേറ്റ്. അതൊരു ഒഫീഷ്യൽ ഡേറ്റ് അല്ല കേട്ടോ, ഒരു ഒഫീഷ്യൽ ഡേറ്റ് അല്ല. അതായത് മെയ് 5-നുള്ളിൽ എന്തായാലും നിങ്ങളുടെ +1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വരും എന്നാണ് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ 5-ാം തീയതി തിങ്കളാഴ്ച, 5-ാം തീയതി രാവിലെ മോർണിംഗോ അല്ലെങ്കിൽ 4-ാം തീയതി ഞായറാഴ്ച ഈവനിങ്ങോ, ഇതിൽ ഏതെന്തിനുള്ളിൽ നിങ്ങളുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് എന്തായാലും വരും. അപ്പൊ ഈ ഡേറ്റ് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോ. ഇനി ഇത് എവിടെയാണ് തപ്പേണ്ടത്? ഒരു സംശയമാണ്, ഗവൺമെന്റിന്റെ റിസൾട്ട് സൈറ്റ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് +1 ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് DHS എന്താണ് +1 ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് കേരള 2025 സെർച്ച് ചെയ്ത് തന്നെ ഡയറക്റ്റ് വെബ്സൈറ്റ് വരും. അവിടെ നിങ്ങളുടെ പിന്നെ രജിസ്റ്റർ നമ്പറും പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും അടിച്ചു വന്ന റിസൾട്ട് കിട്ടും. ഇനി ചെയ്യേണ്ട അടുത്ത രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മാർക്ക് കുറവാണോ കൂടുതലാണോ? പലർക്കുമുള്ള സംശയം നിങ്ങൾക്കറിയാം. +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് നിങ്ങൾ മുന്നേ ഓൾറെഡി എഴുതിയ റിസൾട്ടിനെക്കാട്ടും കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ആ മാർക്ക് എടുക്കും. മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, പഴയ മാർക്ക് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് റിസൾട്ട് വരുന്നു ആ ഒരു, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ ആ മാർക്കാണ്, അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. അടുത്ത കാര്യം, ഈ മാർക്കും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ +2ന്റെ റിസൾട്ട് വരിക. സോ +2 റിസൾട്ട് വരുന്നതിന്റെ എന്തായാലും എനിക്ക് തോന്നുന്നു 15-18-ാം തീയതിനുള്ളിലായിരിക്കും +2 റിസൾട്ട് വരിക. സോ അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തിരുന്നാലും നിങ്ങളെ കാത്തിരിപ്പിന് എന്ത് ചെയ്യുന്ന അവസാനമായിട്ടുണ്ട്. നിങ്ങളുടെ കൺസേൺ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തിരുന്നാലും റിസൾട്ട് വരുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് അല്ലെ, നമ്മൾ എത്രയോ പ്രതീക്ഷയോട് കൂടി ആഗ്രഹത്തോടു കൂടി മാർക്കിൽ ഇമ്പ്രൂവ് വേണം, നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വേണം എന്ന ആഗ്രഹത്തിൽ എഴുതിയ എക്സാമാണ്. സോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സോ thank you.